ഹലോ നമസ്കാരം. ഇന്ന് ശരിക്കും റിസപ്ഷൻ്റെ ടൈമിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്പർ 1, നമ്മൾ സാധാരണ ഇതിൽ റിസപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഗസ്റ്റിനെ വിളിക്കുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലും 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം, 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട്. കാരണം ദൂരെ നിന്ന് വരുന്നവർക്ക് ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം. ശരിക്കും അതൊരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഗ്രാം ഏകദേശം തീരുമ്പോൾ 9 മണി 10 മണിയാവും. അപ്പം ഒരിക്കലും നേരത്തെ പ്ലാൻ ചെയ്യാതെ മാക്സിമം താമസിച്ചൊന്ന് ഇരുട്ടായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് തുടങ്ങുക. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മളെ നൈറ്റ് പ്രോഗ്രാമിനാകുമ്പോഴത്തേക്ക് നമ്മൾ അത്യാവശ്യം ഈവനിങ് ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്ന് ആൾക്കാർ കാണണമെന്നുണ്ടെങ്കിലും ഒരു വൈബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഈവനിങ് ഒരു 6:30 കഴിഞ്ഞിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും ആ ഒരു ഫീൽ കിട്ടുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡേ ലൈറ്റിലെ ഒരു ഫീലായിരിക്കും വരിക. അടുത്തതെന്ന് പറഞ്ഞാൽ, ഫുഡ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ഫുഡ് അല്ലെങ്കിൽ 6:30ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ കേറ്റേഴ്സ് എപ്പോഴും ഒരു 6 മണിയോടുകൂടി എല്ലാം അടുപ്പിക്കുമായിരിക്കും ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ 4 മണിക്കാണ് നമ്മൾ ഈ പറയുന്ന പോലെ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 3:30 ആകുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം അടുപ്പിക്കേണ്ടതായിട്ട് വരും. ആ ഫുഡ് തന്നെയായിരിക്കും ചിലപ്പം ഒരു 9 മണി 10 മണി വരെ പോകുന്നത്. അത്രയും നേരവും ഫുഡ് ഇരിക്കുമ്പോൾ ഫുഡിന് എന്തെങ്കിലും ചില രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം. ചിലപ്പോൾ ലൈവായിട്ട് കുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഒരു പരിധി വരെ നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു 6:30ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ഉചിതമായിട്ടുള്ളൊരു കാര്യം. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പം ബ്രൈഡിനും ഗ്രൂമിനായാലും മേക്കപ്പ് ചെയ്യുമ്പം 4 മണിക്കാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അതിനൊരു അരമണിക്കൂർ മുമ്പ് ഫോട്ടോഗ്രാഫേഴ്സിന് അവർക്ക് ഫോട്ടോ എടുക്കാനായിട്ട് സമയം കൊടുക്കണം. അപ്പോൾ ഒരു 3:30ക്ക് 2 മണിക്കൂർ മുമ്പെങ്കിലും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1:30 മുതൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് 2:30 3:30 കഴിഞ്ഞ് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് 4 മണിക്ക് നമുക്ക് പ്രോഗ്രാമിന് പോകാൻ പറ്റുക. 4 മണി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5, 6, 7, 8, 9, 10 മണി വരെ ചിലപ്പോൾ നമുക്ക് ഹാളിൽ ഇരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്രയും നേരം കപ്പിൾസ് ആ ഒരു മേക്കപ്പിൽ ഇരിക്കുമ്പോഴത്തേക്ക് ആ ലൈറ്റിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ടയർഡാവും. സോ എപ്പോഴും നല്ലത് ഒരു 6:30 ആണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 to 4 hours അത് മാക്സിമം വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്പർ 3, നമുക്ക് കൂടുതലും മാൻ പവേഴ്സിനെയും വിളിക്കുമ്പോഴത്തേക്ക്, അതിൽ എൻ്റർടൈൻമെൻറ്റിലുള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ ഇപ്പോൾ മ്യൂസിക്കൽ ഫ്യൂഷൻ ആയിക്കോട്ടെ, ഹോസ്റ്റിംഗ് ഗേൾസ് ആയിക്കോട്ടെ, സെക്യൂരിറ്റീസ് ആയിക്കോട്ടെ, ആങ്കർ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഒരു ടൈമിംഗ് ഉണ്ട്. ഇപ്പോൾ 3 hours അല്ലെങ്കിൽ 4 hours ആ ഒരു രീതിയിലായിരിക്കും ഇവരെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് വിളിക്കേണ്ടത്. അപ്പം 4 മണി എന്നുള്ള രീതിയിലോ 5 മണി എന്നുള്ള രീതിയിലോ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലാസ്റ്റിലത്തേക്ക് നമ്മളെ മെയിൻ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർ ഫുൾ വൈൻഡപ്പ് ചെയ്യുന്ന രീതിയിലായി പോകും. അപ്പോൾ എപ്പോഴും നമ്മളെ പ്രോഗ്രാംസ് ഒരു 6:30 മുതൽ അല്ലെങ്കിൽ 7 to എന്നുള്ള രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ടൈമിൽ നമുക്ക് അവരെ അറേഞ്ച് ചെയ്തിടാൻ പറ്റും. നമ്മൾ മെയിൻ ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മെയിൻ ആൾക്കാരെല്ലാം വരുന്ന ഒരു നൈറ്റ് ടൈമിലായിരിക്കുമല്ലോ, ആ ടൈമിലേക്ക് നമുക്ക് ഇവരെല്ലാം നന്നായിട്ട് ആ പെർഫോമൻസും കാര്യങ്ങളെല്ലാം കാണാനും പറ്റും. നമ്പർ 4, ഇതാണ് ഏറ്റവും മെയിനായിട്ടൊരു കാര്യം. നമ്മളൊരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ 3 hours-നോ 4 hours-നോ ആയിരിക്കും അവർ AC പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നിടത്ത് നമ്മൾ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഒരു 15, 20, 25 ആ രീതിയിലായിരിക്കും ഒരു എക്സ്ട്രാ അവറിന് ചാർജ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 4 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 5, 6, 7, 8 മണി ആകുമ്പോഴത്തേക്ക് നമ്മളുടെ 4 മണിക്കൂർ കഴിയും. പിന്നുള്ള ബാക്കി 2 മണിക്കൂറിനോ 3 മണിക്കൂറോ നമ്മൾ എക്സ്ട്രാ അവേഴ്സ് പേയ്മെൻറ്റ് കൊടുക്കുക, എക്സ്ട്രാ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമുക്കൊരു പ്രശ്നം തന്നെ ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു പ്രോപ്പർ ടൈമിംഗ് ഒരു 3 to 4 hours എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഫുഡായാലും എൻ്റർടൈൻമെൻറ്റ്സ് ആയാലും അവരുടെ ഒരു കംഫർട്ട് സോൺ ആയാലും ഗസ്റ്റിൻ്റെ ഒരു വരവായാലും ഇതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന പലയിടത്തും കണ്ട ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? 4 മണിയാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 5 മണിയാകുമ്പോഴത്തേക്ക് കുറച്ച് ഗസ്റ്റ് വരും. ചിലപ്പോൾ ഒരു 5 or 10 പേരായിരിക്കും വരുന്നത്. അപ്പോഴത്തേക്ക് ചിലപ്പം ക്ലയൻസിന് ഭയങ്കര ടെൻഷനായി പോയി, അവർ വന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം, ഫുഡ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് പലയിടത്തും ഒരു 10 കുറച്ച് ആൾക്കാരെ വെച്ചുകൊണ്ട് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയൊക്കെ എൻട്രിയൊക്കെ നടത്തിയിട്ടുണ്ട്. ശരിക്കും ഫോട്ടോസ് എടുക്കുമ്പോൾ അതിന് താഴില്ലാത്തൊരവസ്ഥ വരും. എപ്പോഴും എൻട്രി നടക്കുന്ന സമയത്തായാലും നമ്മുടെ ഹാള് ഒരു 60% എങ്കിലും നിറഞ്ഞിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോയ്ക്കതും വീഡിയോയ്ക്കതും ആ ഒരു അഭംഗി എന്തായാലും വരും. അപ്പോൾ ഇനി നിങ്ങൾ റിസപ്ഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് ആലോചിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. താങ്ക് യു.